നമസ്കാരം. പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന്റെ യുവ MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പീഡന പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസുകാരും സമരപരിപാടിയുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഈ പീഡന പരാതിയിൽ ഉൾക്കൊണ്ടിട്ടുള്ള MLA സംരക്ഷിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസും പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് റിപ്പോർട്ടർ ചാനലും കൈരളിയും അതുപോലുള്ള നവമാധ്യമങ്ങളിലും ഇടതുപക്ഷ ചായവുള്ള നവമാധ്യമങ്ങളിലെല്ലാം ഈ യുവ MLAക്കെതിരെ സത്യസന്ധമായ വാർത്ത കൊടുക്കുന്നുണ്ട്. അതിനെതിരായിട്ടാണ് ഈ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ചില ഗുണ്ടകളും ചേർന്ന് ഇപ്പോ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചാനൽ പ്രവർത്തകർക്കെതിരായിട്ടും അതുപോലെ തന്നെ ആഭാസ സമരവുമായി ഇറങ്ങിയിരിക്കുകയാണ്. റിപ്പോർട്ടർ ടിവിയുടെ തൃശൂർ ബ്യൂറോ യൂത്ത് കോൺഗ്രസുകാർ അടിച്ചു തകർക്കുകയും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി മറ്റു ചില നവമാധ്യമങ്ങളിലൂടെ ഇവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ തൃശ്ശൂരിലെ ബ്യൂറോ അടിച്ചു തകർക്കുന്നത്, റിപ്പോർട്ടർ ചാനലിലെ തൃശൂർ ബ്യൂറോ അടിച്ചു പൊളിക്കുന്നത്. ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവരോട് ചോദിച്ചപ്പോൾ അവർ ഈ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എന്തായാലും ആ പ്രക്ഷേപണത്തിൽ, റിപ്പോർട്ടർ ചാനലിന്റെ പ്രക്ഷേപണത്തിൽ VK സനേജ്, DYFIയുടെ നേതാവായിട്ടുള്ള VK സനേജ് കൃത്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിലും വടകരയിലും യൂത്ത് കോൺഗ്രസിന്റെ ഗുണ്ടാസംഘം മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചിരുന്നു. ഇപ്പോ വാർത്താ ഓഫീസിലേക്ക് തന്നെ, ചാനലിന്റെ ബ്യൂറോയിലേക്ക് തന്നെ കയറി അക്രമം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇത് അത്യന്തം പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് എന്തിനാണ് ഈ അക്രമം എന്നത് കോൺഗ്രസിന്റെ നേതാക്കൾ വിശദീകരിക്കണം. ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല, വളരെ ആസൂത്രിതമായി ആഹ്വാനം ചെയ്തിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. ഇതിന് പിന്നിൽ ഷാഫി പറമ്പിൽ MLAയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിലെ ഒരു വിഭാഗം നേതൃത്വമാണ്. വളരെ ആസൂത്രിതമായിട്ടുള്ള അക്രമമാണ് നടന്നിട്ടുള്ളത്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല. ഇത് രാഹുലുമായി ബന്ധപ്പെട്ട വാർത്തകൾ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്തു എന്ന കുറ്റമാണ് ഈ ചാനലുകൾക്ക് നേരെ അവർ ചുമത്തുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ കെട്ടിച്ചമച്ച വാർത്തയാണെങ്കിൽ അത് സംബന്ധിച്ച് 2 വരി പ്രസ്താവനയെങ്കിലും കൊടുത്ത് അവരുടെ മുഖം രക്ഷിക്കുകയാണ് അവർ വേണ്ടത്. പക്ഷേ അങ്ങനെ 2 വരി പ്രസ്താവന പോലും കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ തെളിവുകൾ സഹിതം പുറത്തു വന്നു എന്നത് അവരെ ചില്ലറയല്ല അലോസരപ്പെടുത്തുന്നത്. പൊതുജനങ്ങൾക്കിടയിൽ തുറന്നു കാട്ടപ്പെട്ട ഈ രാഹുലിനെയും ഷാഫിയെയും VD സതീശിന്റെയും ഈ ഗൂഢ സംഘത്തിന്റെ നീക്കങ്ങൾ അത് കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അവരെ ഇത്തരം അക്രമത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഷാഫിയുടെ നേതൃത്വത്തിൽ വടകരയിൽ ഇറങ്ങി നിന്ന് ഒരു സംഘർഷമുണ്ടാക്കി ഈ വാർത്തയെ തിരിച്ചുവിടാൻ കഴിയുമോ എന്ന ഒരു ഷോ നമ്മൾ കണ്ടതാണ്. യഥാർത്ഥത്തിൽ അവിടെ പ്രതിഷേധം നടന്നത് ഈ രാഹുലിനെ സംരക്ഷിക്കുന്ന ഷാഫിയുടെ പരസ്യ നിലപാടിനെതിരായിട്ട് അവിടെയുള്ള വോട്ടർമാർ തന്നെ നടത്തിയിട്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു. പക്ഷെ ആ പ്രതിഷേധക്കാർക്കിടയിൽ ഷാഫി ഇറങ്ങി നിന്നിട്ട് സംഘർഷമുണ്ടാക്കാൻ വേണ്ടി നോക്കി. ആ സംഘർഷത്തിന്റെ തുടർച്ചയിലാണ് കേരളം മുഴുവൻ സംഘർഷമുണ്ടാക്കിയിട്ട് ഈ ഉയർന്നു വരുന്ന വാർത്തകളിൽ നിന്ന്, ഈ ഉയർന്നു വരുന്ന തെളിവുകൾ സഹിതമുള്ള ഈ പീഡന കഥകളിൽ നിന്ന് കേരളത്തിന്റെ ശ്രദ്ധ വഴിതിരിച്ചുവിടാനുള്ള ഒരു നീക്കമാണ്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇത് സംബന്ധിച്ച് ശക്തമായ അഭിപ്രായം പറയേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് സംബന്ധിച്ച് എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ കേരളത്തിലെ ജനങ്ങൾ കാതോർക്കുകയാണ്. ഈ റിപ്പോർട്ടർ ചാനലിന്റെ തൃശൂർ ബ്യൂറോ അടിച്ചു തകർത്തതോടുകൂടി ഇവരുടെ വാർത്തകൾ നിലയ്ക്കുമെന്നാണ് ഈ വിഡ്ഢിക്കൂട്ടങ്ങൾ കരുതുന്നത്. എന്നാൽ കേരളത്തിലെ കേരളീയ സമൂഹം ഈ വാർത്ത ഏറ്റെടുക്കുകയും ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം വലിയൊരു കുഴിയിലേക്കാണ് പതിച്ചിരിക്കുന്നത്. ഒരിക്കലും കരകയറാനാവാത്ത വിധം ആ MLA അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്.